കുത്തബ് മിനാർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിലാഗോപുരം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവനായും ഇഷ്ടികയാൽ നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാരമാണ് അഥവാ ഗോപുരമാണ് കുത്തബ് മിനാർ. ഇന്തോ അറബ് വാസ്തുശില്പ കലയുടെ ഉത്തമോദാഹരണമായ ഈ ഗോപുരം ഡൽഹിയുടെ തെക്ക് ഭാഗത്തെ പൈതൃക കലവറയായ മെഹ്റൊളി ഷെരീഫിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാൽക്കണിയോട് കൂടിയ 5 നിലകളുള്ള ഇതിന്റെ താഴെത്തട്ടിന്റെ വ്യാസം 14.3 മീറ്ററും മുകളിലെ നിലയുടെ വ്യാസം 2.75 മീറ്ററുമാണ്. ഇങ്ങനെ 72.5 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറുന്നതിന് ഉള്ളിലൂടെ 400ഓളം സ്റ്റെപ്പുകളുണ്ട്. അറേബ്യൻ വാസ്തുകലയിലെ പ്രസിദ്ധ 8 മട്ടകോണുകളും 8 ചാപങ്ങളും ചേർന്ന മിനാറുകളുടെ അസ്ഥിവാര രൂപരേഖാ വസ്തുവിദ്യയാണ് കുതുബ് മിനാറിൻ്റെതെങ്കിലും മലേഷ്യയിലെ പെട്രോണാസ് ഗോപുരം പോലെ 12 വീതം കോണുകളും ചാപങ്ങളും ഇതിനുണ്ടെന്നത് ഇതിനെ വ്യത്യസ്തമാക്കുന്നു. 12-ാം നൂറ്റാണ്ടിൽ, അതായത് 1199 ഡൽഹിയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരിയായ കുതുബുദ്ദീൻ ഐബക്ക് ആദ്യ നിലയും തന്റെ പിൻഗാമിയായി AD 1210 മുതൽ 35 കാലഘട്ടത്തിൽ ജീവിച്ച ഷംസുദ്ദീൻ ഇൽത്തുമിഷ് രാജാവ് 1229ഓടെ മറ്റു 4 നിലകളുടെ പണിയും പൂർത്തീകരിച്ച ഈ ഗോപുരം ഇന്ന് ലോകസഞ്ചാരികളുടെ കൗതുക സന്ദർശന കേന്ദ്രമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങളും കാലപ്പഴക്കവും കാരണം രൂപപ്പെട്ട തകരാറുകൾ ഡൽഹിയിലെ പ്രശസ്ത രാജാക്കന്മാരായിരുന്ന അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്, ഇബ്രാഹിം ലോധി എന്നിവരുടെ കാലത്തും 1326 മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്തും 1368 ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ കാലത്തും കുത്തബ് മിനാറിനെ മാർബിൾ പതിച്ചും മറ്റും പ്രത്യേകം നവീകരിച്ചിട്ടുണ്ട്. അറബി ഖുർആൻ കാലിഗ്രാഫി വാചകങ്ങൾ കൊത്തിവെക്കപ്പെട്ട ഏറ്റവും മുകളിലെ 2 നിലകളൊഴികെ മറ്റു നിലകളെല്ലാം ചുവന്ന മണൽക്കട്ടകൾ കൊണ്ടും ഏറ്റവും മുകളിലെ 2 നിലകൾ വെണ്ണക്കല്ല് കൊണ്ടുമാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുശില്പ കലയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്ന ഈ ഗോപുരം 1192 കുതുബുദ്ദീൻ ഐബക്ക് തറക്കല്ലിട്ട് 1311 അലാവുദ്ദീൻ ഖിൽജിയാണ് പണിതീർത്തത്. കുതുബ് മിനാറിനൊപ്പമുള്ള മുഗൾ രാജപ്രമുഖനായ അലാവുദ്ദീൻ ഖിൽജി അടക്കമുള്ള മഹാത്മാക്കൾ അന്തിയുറങ്ങുന്ന ഖുവ്വത്തുൽ ഇസ്ലാം മസ്ജിദും AD 1311 സ്ഥാപിച്ച അലായി ദർവാസയും അലായി മിനാറും അലാവുദ്ദീൻ മദ്രസയും ഇരുമ്പ് സ്തംഭവും ഇമാം മുഹമ്മദ് അലി സെമീന്റെ ദർഗയും ഉൾപ്പെട്ടതാണ് കുതുബ് മിനാർ കോംപ്ലക്സ്. മിനാറിന്റെ വടക്കു കിഴക്കായി AD 1199 കുതുബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ച ഡൽഹി രാജാക്കന്മാർ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള നിറയെ കൊത്തുപണികൾ കൊടുത്ത കരിങ്കൽ തൂണുകളുമുള്ള ആശ്രമങ്ങളാൽ ചുറ്റപ്പെട്ട ചതുരാകൃതിയിലുള്ള നടുമുറ്റമടങ്ങുന്നതാണ് ഖുവ്വത്തുൽ ഇസ്ലാം പള്ളി. അതിലേക്ക് തെക്കുവശത്തു നിന്നും നേരിട്ട് പ്രവേശിക്കുന്നതിനായി നിർമ്മിക്കപ്പെട്ട അലായി ദർവാസ എന്ന കവാടവും 7.21 മീറ്റർ ഉയരവും 6 ടൺ ഭാരവുമുള്ള കാലമെത്രയായിട്ടും തുരുമ്പിക്കാത്ത സംശുദ്ധ ഇരുമ്പ് സ്തംഭങ്ങളുമെല്ലാം ഇന്ത്യയിലെ നീണ്ട മുസ്ലിം ഭരണത്തിന്റെ പ്രതീകവും ഇസ്ലാമിക വാസ്തുശില്പ കലയുടെ നേർസാക്ഷ്യവുമായ
ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്നതാണ്. ഈ പള്ളിയോട് ചേർന്ന് അലായി മിനാർ എന്ന പേരിൽ മറ്റൊരു ഗോപുരം ഖിൽജി നിർമ്മിക്കാൻ ഒരുങ്ങിയിരുന്നെങ്കിലും അത് പണി പൂർത്തിയാക്കാനായിട്ടില്ലെന്നാലും അവശേഷിക്കുന്ന ഭാഗം ഒരു കൗതുക പൈതൃകം തന്നെ. അപ്രകാരം മഹാപണ്ഡിതനും സൂഫിയുമായ 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തുർക്കിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന മുഹമ്മദ് നബിയുടെ സന്താന പരമ്പരയായ ജിഷ്തി കുടുംബത്തിൽപ്പെട്ട ഇമാം മുഹമ്മദ് അലി സെമീൻ എന്നവരുടെ അന്ത്യവിശ്രമ ദർഗ കുബ്ബയും പ്രത്യേക അറബി കാലിഗ്രാഫിയും കൊടുത്ത് അദ്ദേഹം തന്നെ നിർമ്മിച്ച സ്മാരകം അതിമനോഹരവും ഉന്നത ചരിത്ര ശേഷിപ്പുമാണ്. നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക വസ്തുവിദ്യാ പൈതൃകത്തിന്റെ പ്രതീകവും തെളിവുമായ കുത്തബ് മിനാറും പരിസരവും ഇന്ത്യൻ ചരിത്രവും വാസ്തുശില്പ കരകൗശല വൈഭവവും കാണാനും പഠിക്കാനും താല്പര്യമുള്ള ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ്. കുത്തബ് മിനാറിന് ആ പേര് വരാൻ കാരണം ചരിത്രകാരന്മാർക്കിടയിൽ 2-3 അഭിപ്രായങ്ങളുണ്ട്. 1192 മുഹമ്മദ് ഗോറിയും അന്നത്തെ ഡൽഹി രാജാവ് പൃഥ്വിരാജ് ചൗഹാനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ചൗഹാൻ കീഴടങ്ങിയപ്പോൾ തന്റെ വിജയത്തിന്റെ പ്രതീകമായി ഒരു വിജയഗോപുരം നിർമ്മിക്കപ്പെട്ടതാണ് കുത്തബ് മിനാർ എന്ന നിഗമനമുണ്ടെങ്കിലും അപ്രകാരം ഇതിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ട കുത്തുബുദ്ദീൻ ഐബക്കിന്റെ സ്മരണാർത്ഥമാണെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ടെങ്കിലും 13-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനും ഇന്ത്യയിലെ പ്രശസ്ത സൂഫിവര്യനുമായ അജ്മീർ ഖാജയുടെ പ്രമുഖ ശിഷ്യനും ഷംസുദ്ദീൻ ഇൽതുമിഷ് രാജാവിന്റെ മാർഗദർശിയുമായിരുന്ന കുത്തബ് മിനാറിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ദർഗയിൽ അന്തിയുറങ്ങുന്ന മഹാപണ്ഡിതനും തികഞ്ഞ ഭക്തനുമായിരുന്ന ഖാജ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവിയുടെ ആദര സൂചകമായാണ് ഈ പേര് വന്നതെന്ന അഭിപ്രായമാണ് പ്രബലം. മുഹമ്മദ് ഗോറിയുടെ വൈസ്രോയിയും ശേഷം മംലൂക്ക് രാജവംശത്തിന്റെ ആദ്യ ഭരണാധികാരിയായും മാറിയ കുത്തബുദ്ദീൻ ഐബക്ക് നിർമ്മിച്ച ഇത് 1368 ഇടിമിന്നലേറ്റ് മുകൾ നിലക്ക് അല്പം കേടുപാടുകൾ സംഭവിച്ചപ്പോൾ ഫിറോസ് ഷാ തുഗ്ലക് നിലവിലുള്ള 2 നിലകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ശേഷം 1803 ഒരു മഹാഭൂകമ്പം മിനാരത്തെ പിടിച്ചുകുലുക്കിയപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിന്റെ അന്നത്തെ മേജറായിരുന്ന റോബർട്ട് സ്മിത്ത് 1828 അറ്റകുറ്റപ്പണികൾ നടത്തി 5-ാം നിലക്ക് മുകളിൽ ഒരു കപ്പോള അഥവാ കുബ്ബ സ്ഥാപിച്ച് ശക്തിപ്പെടുത്തി. എന്നാൽ 1848 അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന വിസ്കൗണ്ട് ഹാർഡിംഗ് ആ കുബ്ബ പൊളിച്ചു മാറ്റി കുത്തബ് മിനാറിന്റെ കിഴക്ക് ഭാഗത്ത് മറ്റൊരു കുബ്ബ സ്ഥാപിച്ചു. നാം ഇടയ്ക്കിടക്ക് ഇൽതുമിഷ് രാജാവിനെ കുറിച്ച് പറഞ്ഞെങ്കിലും അവരുടെ ജീവിതവും വളർച്ചയും വ്യത്യസ്തമാണ്. ഇടക്ക് ഒറ്റ വാക്കിൽ അതൊന്ന് പരിശോധിക്കാം. അഥവാ തുർക്കിസ്ഥാനിലെ ഗോത്രവർഗത്തിലെ ഒരു അടിമയായി ചന്തയിൽ വിൽക്കപ്പെട്ട അദ്ദേഹം കുത്തുബുദ്ദീൻ ഐബക്കിന്റെ ഉടമസ്ഥതയിലെത്തി. അപാര ബുദ്ധിവൈഭവം ഉണ്ടായിരുന്ന ഇൽതുമിഷുമായി ചേർന്ന് നടത്തിയ യുദ്ധങ്ങളിലെല്ലാം ഐബക്കിന് വൻ വിജയം ലഭിക്കുകയും അനന്തരം അദ്ദേഹത്തിന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കുകയുമുണ്ടായി. ഐബക്കിന്റെ ഭരണശേഷം ഇൽതുമിഷ് ഡൽഹിയിൽ ഉന്നത ഭരണം നടത്തിപ്പോന്നു. ആദ്യം പൊതുജനങ്ങൾക്ക് മിനാരത്തിന്റെ മുകളിലേക്ക് ഉള്ളിലെ സ്റ്റെപ്പിലൂടെ പ്രവേശനം അനുവദിച്ചിരുന്നെങ്കിലും പിന്നീട് വിവിധ കാരണങ്ങളാൽ മുകളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എന്തെല്ലാം എന്ന് നോക്കാം. 1946 ഡിസംബർ 8 നടിയും മഹാരാജ ജഗജിത് സിംഗിന്റെ 6ാമത്തെ ഭാര്യയുമായ
താരാദേവി തൻ്റെ 2 പോമറേനിയൻ നായ്ക്കളോടൊപ്പം ടവറിൽ നിന്ന് വീണു മരിച്ചു. 1981 ഡിസംബർ 4 മിനാരത്തിലെ സ്റ്റെപ്പുകളിലെ വെളിച്ചം തകരാറിലായതിനാൽ 400ഓളം ടൂറിസ്റ്റുകൾ താഴോട്ട് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ 25 കുട്ടികളടക്കം 45 പേർ കൊല്ലപ്പെടുകയും ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടങ്ങി പലപ്പോഴായി മിനാറിനു മുകളിൽ നിന്നു ചാടി പലരും ആത്മഹത്യ ചെയ്തത് കാരണവും ഗോപുരത്തിന് മുകളിലേക്ക് സന്ദർശകർക്ക് ഇപ്പോൾ പ്രവേശനാനുമതിയില്ല. ഈയിടെയായി പ്രത്യേക സാഹചര്യങ്ങളിൽ കുത്തബ് മിനാർ പ്രകാശപൂരിതമായത് കാണികളെ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. 2023 സെപ്റ്റംബറിൽ മെക്സിക്കോയുടെ 213ാമത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി കുത്തബ് മിനാർ മെക്സിക്കൻ പതാകയുടെ നിറങ്ങളിൽ പ്രകാശിച്ചതും അതുപോലെ 2023 ഒക്ടോബർ 30 തുർക്കി റിപ്പബ്ലിക്കിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി കുത്തബ് മിനാർ തുർക്കി പതാകയാൽ പ്രകാശിച്ചതും അതാത് രാജ്യങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ നമുക്കായിട്ടുണ്ട്. 1833 ഫിഷേഴ്സ് ഡ്രോയിങ് റൂം സ്ക്രാപ്പ് ബുക്കിൽ സാമുവൽ പ്രൗട്ട് വരച്ച കുത്തബ് മിനാറിനെ മുഖചിത്രമാക്കി ദി കുത്തബ് മിനാർ ഡൽഹി എന്ന ലെറ്റീഷ്യ എലിസബത്ത് ലാൻഡിന്റെ കവിതയിലും 1960 ടിൻഡിനും സുഹൃത്ത് ക്യാപ്റ്റൻ ഹാഡോക്കും കുത്തബ് മിനാർ സന്ദർശിച്ച് അതിനെ മുഖചിത്രമാക്കി പുറത്തിറക്കിയ ടിൻഡിൽ ഇൻ ടിബറ്റ് എന്ന കോമിക് പുസ്തകത്തിലൂടെയും കുത്തബ് മിനാർ ലോക സാഹിത്യത്തിൽ ശ്രദ്ധ നേടിയിരുന്നു. അപ്രകാരം 1963 ബോളിവുഡ് നടനും സംവിധായകനുമായ ദേവ് ആനന്ദ് തൻ്റെ തേരെ ഘർ കെ സാമ്നെ എന്ന ചിത്രത്തിലെ ദിൽ ക ബൻവർ കരേ പുകാർ എന്ന ഗാനം കുത്തബ് മിനാർ ബാക്ക്ഗ്രൗണ്ട് ചിത്രമായി വന്നതും 2012 ദി അമേസിംഗ് റേസ് ഓസ്ട്രേലിയ എന്ന ബോളിവുഡ് ചിത്രത്തിലും 2013 ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ നൽകിയ യാത്രാ കാർഡുകളിലും ടോക്കണുകളിലും മിനാരത്തിന്റെ ചിത്രം ആലേഖനം ചെയ്തതും ആർക്കിയോളജിക്കൽ വകുപ്പും ടൂറിസം വകുപ്പും ഇതിന് വൻ പ്രാധാന്യം നൽകിയതുമെല്ലാം കുത്തബ് മിനാറിന് ടൂറിസം രംഗത്ത് വൻ സ്വാധീനം നേടിക്കൊടുത്തിട്ടുണ്ട്. കുത്തബ് മിനാറിനെ ലോക പ്രശസ്തമാക്കുന്നത് പ്രധാനമായും 5 ഘടകങ്ങളാണ്. അതിലൊന്ന് അതിശയിപ്പിക്കുന്ന കൊത്തുപണികളും പവിത്രമായ അറബിക് ഖുർആൻ കാലിഗ്രാഫിയും നിറഞ്ഞ ഇൻഡോ അറബ് ഇസ്ലാമിക ശൈലികളുടെ അതിമനോഹരമായ വാസ്തുവിദ്യാ സൗന്ദര്യം. 2 ഇന്ത്യയുടെ മഹത്തായ ചരിത്രത്തിൽ പ്രധാന പങ്കുവഹിച്ച ചരിത്ര സ്മാരകമെന്ന ചരിത്ര പ്രാധാന്യം. 3 ഇതിനകത്തെ ഖുവ്വത്തുൽ ഇസ്ലാം പള്ളി ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെയും മികവുറ്റ തെളിവും. ഖുർആൻ ലിഖിതങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഇതിനകത്തെ ഖുവ്വത്തുൽ ഇസ്ലാം പള്ളി ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെയും പവിത്രമായ ആത്മീയ ചൈതന്യം. 4 ഭൂകമ്പവും ഇടിമിന്നലും പ്രതിരോധിക്കുന്ന തരത്തിൽ അതുല്യമായ ഇതിൻ്റെ ഫ്ലൂട്ട് ഡിസൈനും ഈടും നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള അപാരമായ നൂതന എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം. 5 സന്ദർശകർക്ക് ബാൽക്കണിയിൽ കയറി ചുറ്റുമുള്ള കാഴ്ച ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്ന വ്യൂ പോയിന്റ്. ഇവിടുത്തെ പല നിർമ്മിതികളിലും തൂണുകളിലും ജീവികളുടെയും ദേവതകളുടെയും രൂപങ്ങളും മറ്റും പലപ്പോഴും പല വിവാദങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പൊരുളറിഞ്ഞാൽ കാര്യം നിസാരമാണെന്ന് പറയാം. നമുക്കതൊന്ന് ഹ്രസ്വമായി പരിശോധിക്കാം. അതിപ്രാചീന കാലം മുതൽക്കേ ഇന്ത്യയുമായി അറബികൾക്കുണ്ടായ നല്ല കച്ചവട ബന്ധത്തിൻ്റെ കാരണമായി
ഇന്ത്യയിലെത്തിയ ഇന്ത്യയിൽ ആത്മീയ നേതൃത്വവും വിദ്യാഭ്യാസ വിപ്ലവവും മാതൃകാപരമായ ഭരണവും നടത്തിയ വിവിധ അറേബ്യൻ രാജവംശങ്ങളിലൂടെ പ്രാചീന ഇന്ത്യക്കാർ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ഭൂരിഭാഗവും തങ്ങളുടെ വിമോചനത്തിൻ്റെ ഭാഗമായി വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കുകയുമുണ്ടായത് ചരിത്രത്തിൽ സുപരിചിതമാണ്. ഇതോടെ അവരുപയോഗിച്ച സ്മാരകങ്ങളും മറ്റും വയ്യാധാരമാവുകയും അവയെല്ലാം രാജാക്കന്മാർക്ക് കൈമാറുകയുമുണ്ടായി. അനന്തരം രാജാക്കന്മാർ അവരുടെ ഗർവിൻ്റെ പേരിൽ അവകൾ ആ നിർമ്മാണത്തിലും ഉപയോഗിച്ചു എന്നതാണ് ഇതിൻ്റെ പൊരുളായി ചരിത്രത്തിൻ്റെ നേർസാക്ഷ്യം. പക്ഷേ അന്നത്തെ ഭരണാധികാരികൾ വരാൻ പോകുന്ന വർഗീയ ധ്രുവീകരണത്തെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഏതായാലും മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ ഇത്തരം ചരിത്ര സ്മാരകങ്ങൾക്കു നേരെയുള്ള വിവാദങ്ങൾ ഇന്ത്യയുടെ ആത്മാവിനു നേരെയുള്ള കടന്നുകയറ്റമായേ കണക്കാക്കാനാവൂ. നമ്മുടെ ഇന്ത്യ തനത് സംസ്കാരത്തോടെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ടിക്കറ്റോട് കൂടി പ്രവേശിക്കാനാകുന്ന യുനെസ്കോയുടെ ലോക പൈതൃക ഭൂപടത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഡൽഹിയിലെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായ കുത്തബ് മിനാർ ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന ഒരു മഹാഗോപുരം തന്നെയാണ്. പ്രിയ പ്രേക്ഷകരെ, നമ്മുടെ ഇന്ത്യയിലെയും മറ്റു ലോകത്തെമ്പാടുമുള്ള പ്രകൃതി കൗതുകങ്ങളും ചരിത്ര സ്മാരകങ്ങളും വിശദമായി പഠിക്കാനും കണ്ടാസ്വദിക്കാനും ഉപകരിക്കുന്ന ചാനലാണ് വ്യൂ പോയിന്റ് മലയാളം. ഇനിയും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണമെന്ന് നിർദ്ദേശിച്ച് തൽക്കാലം വിടാം. ഹൃദയം നിറഞ്ഞ നന്ദി.